അച്ഛാ, അമ്മ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വന്നേക്കോ. വഴക്ക് കൂട്ടാനല്ല ഒന്ന് കുറയ്ക്കാനാണ്. അച്ഛാ, എന്ത് പ്രശ്നമാണെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്ക്. അമ്മ കൈങ്ങ് വന്നേ. വാ അച്ഛാ, കൈതാ. അമ്മ അമ്മ എന്ത് പണിയാ കാണിച്ചേ? അച്ഛൻ എത്രമാത്രം വിഷമെന്നറിയാവോ? കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ വഴക്ക് കൂട്ടാ. ശരിക്കും അമ്മക്ക് എന്താ പ്രശ്നം? അച്ഛൻ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ ആരെ അവോയ്ഡ് ചെയ്യുന്നൊന്നുമില്ല അമ്മ. ഞാൻ കൈക്കുഞ്ഞൊന്നും അല്ല, എനിക്ക് മനസ്സിലാവും. അമ്മ അച്ഛനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ പോ, ഞാൻ സമയമാകുമ്പോ എല്ലാം പറയാം. ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു പോയി. അമ്മ കാര്യം പറ. സമയമാകുമ്പോ എല്ലാരോടും എല്ലാം പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളിപ്പോ പോ. പോവാൻ വാടാ. മോഹന, നീ പ്രശ്നമൊക്കെ പറഞ്ഞ് തീർത്താ? ഈ പ്രശ്നം പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താണ് ഇത്രയും ഗൗരവമുള്ള പ്രശ്നം? എനിക്കറിയില്ല എന്താ പ്രശ്നമെന്ന്. എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ സോൾവ് ചെയ്യാമെന്ന് ഞാൻ കരുതിയതാണ്. ഇനിയിപ്പോൾ അത് വേണ്ട. പ്രശ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ. എടാ, ആരെങ്കിലും എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്താലല്ലേ ഇതൊന്നും അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അമ്മക്ക് തോന്നണ്ടേ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കണേണെന്ന്? അതെനിക്കറിയാം. പിന്നെ എന്തിനാണ് അമ്മ എന്നോട് വന്നിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണത്? ഇവിടെ പ്രശ്നം എനിക്കല്ല, അവൾക്കാണ് പ്രശ്നം. അവളെ ചെന്ന് ഉപദേശിക്കും. എടാ, കഴിച്ചിട്ട് പോ. മതി. ഈ പ്രശ്നം ഉടനെ തീരുമെന്ന് എനിക്ക് തോന്നില്ല. അതെന്താ? എല്ലാം കോംപ്രമൈസ് ആക്കാൻ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച്, എന്നിട്ട് അച്ഛനോട് കൊണ്ടുപോയി. എന്നിട്ടൊരു ഷെയ്ഖിനോട് അമ്മ കൈവിരിച്ച് ഒരൊറ്റ പോട്ടു. അച്ഛൻ്റെ വയന്ന് എന്തൊക്കെയോ കേട്ടു. നിങ്ങൾ അമ്മേന്റെ മോനൊരു ഷെയ്ക്കാൻ്റെ പോലും കൊടുക്കില്ലേ? അത്രക്ക് സീരിയസ് ആണോ പ്രശ്നം? എന്നിട്ട് നിങ്ങൾ അമ്മ എവിടെയിപ്പാ? മേലുണ്ട്. മക്കൾ ഇവിടെ ഇരിക്കുക. അമ്മ പോയി നോക്കിയിട്ട് വരാം കേട്ടാ. ആവണി, അമ്മ. നീ വിഷമിച്ചിരിക്കുകയാണോ? ഇല്ല, എന്ത് പറ്റി? താഴെ പിള്ളേർ പറയുന്നത് കേട്ടു, നിങ്ങൾ രണ്ടാളെയും വഴക്ക് തീർക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ കൈ കൊടുക്കാൻ പോലും മടിച്ചു വന്ന്. അങ്ങനെയൊന്നുമില്ലമ്മ. നമ്മളെ പിള്ളേർക്കത് മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലാവും. മോഹൻ ഇനി മറ്റു വല്ല ബന്ധങ്ങളിലായിട്ട് നീ അറിഞ്ഞ? അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? മോനായിട്ട് അങ്ങനത്തെ ആളൊന്നുമല്ല. പിന്നെന്താ അവന് തൊടാൻ പോലും പറ്റാത്ത പ്രശ്നം? ഭാര്യയെ സംശയിക്കുന്ന ഏതൊരു ഭർത്താവിനെയും തൊടാൻ ആരും ഒന്ന് അറയ്ക്കും. ആവണി, നിന്നോടായതുകൊണ്ട് മാത്രമാണ് അമ്മ സംസാരിക്കുന്നത്. നീ എടുത്തു ചാടി ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ഓരോന്നും ചിന്തിച്ചേ ചെയ്യുമോ എന്നുള്ള ധാരണ അമ്മയ്ക്കുണ്ട്. കഴിഞ്ഞ ദിവസം ജോലിയുടെ കാര്യത്തിൽ നറുക്കിട്ടപ്പോഴും നിന്റെ പേരാവണേന്നാ അമ്മ പ്രാർത്ഥിച്ചത്. ആവണി, ഈ പ്രശ്നമൊക്കെ ഒന്ന് വേഗം പരിഹരിക്കാൻ നോക്ക്. ബന്ധങ്ങളൊക്കെ പിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നീണ്ടു നമ്മുടെ കൈവിട്ട് പോയാലേ ആര് വിചാരിച്ചാലും നമുക്കിത് തുന്നിച്ചേർക്കാൻ പറ്റില്ല മോളെ. കേട്ടോ അമ്മ പറഞ്ഞത്? എന്റെ വക്കീല് നിങ്ങൾ ഇപ്പൊ കാണാം നാളെ കാണാന്ന് പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ ഒഴിവാക്കുന്നത്? എടോ ഭയങ്കര തിരക്കായിരുന്നു. ഓഫീസ് ഷിഫ്റ്റിങ്, കോടതിയിലെ തിരക്ക്, ബിസി ആയിരുന്നോ, അതുകൊണ്ടാ.
താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എൻ്റെ പൊന്നു വക്കീലെ കാണാണ്ട് ഞാൻ പഴയ ഓഫീസിൽ പോയി, കോടതിയിൽ പോയി, എന്തൊരാളിഞ്ഞെന്നറിയോ? എന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. തൻ്റെ പ്രശ്നം എന്താന്ന് പറയപ്പോ? എൻ്റെ പൊന്നു വക്കീലെ ആകെ പ്രശ്നമാണ്. ആവണിപ്പോൾ അവളുടെ ഇഷ്ടത്തിനാണ് നടപ്പ്. തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോവും. അവളുടെ കറക്കുപ്പ് ആരോടൊപ്പമെന്നറിയോ? അവളുടെ ബെസ്റ്റിയായിട്ട്. എടോ, അതൊന്നും നല്ലതല്ല, ഞാൻ തന്നോട് അന്നേ പറഞ്ഞതല്ലേ. എൻ്റെ വക്കീല് പറഞ്ഞ പോലെ അന്ന് കേട്ടാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്താ തൻ്റെ അവസ്ഥ? അവസ്ഥ എന്താണെന്ന് വെച്ചപ്പോൾ എന്താ, അവൾ അവളുടെ വഴിക്ക് പോകണം, ഞാൻ എൻ്റെ വഴിക്ക് പോകണം. രണ്ടുപേരും സംസാരമൊന്നുമില്ല. എനിക്ക് മനസ്സിലാണല്ലോ എന്താണെന്നൊന്നും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ആ പ്രശ്നമുണ്ടെന്നാണ് ആവണി പറഞ്ഞത്. പക്ഷെ എന്താണ് ആ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് എൻ്റെ ടെൻഷൻ. പിന്നെ അതുമല്ല, ഇനി ആ അജ്ഞാത ഫോൺ കോളിൽ വന്നില്ലേ, ഇനി എങ്ങനെ അവൾ അതിൻ്റെ പുറകെ പോയി കാണോ? ഒന്ന് പറ വക്കീലേ. എടോ അതെ, ആവണി ഇന്ന് ഇവിടെ വന്ന കാര്യം അവളുടെ ഹസ്ബൻഡ് അറിയാൻ പാടില്ല. ഇല്ല അറിയാൻ പാടില്ല. ഇല്ല, അറിയില്ല. അറിഞ്ഞെന്ന് ഞാൻ എങ്ങാനും പിന്നീട് അറിഞ്ഞ. ഏയ് ഇല്ലടോ, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവര് വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോയതായിരിക്കും. അപ്പൊ ആവണി ആ കോളിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയില്ലേ? എടോ, എനിക്ക് പല കാര്യത്തിലും വ്യക്തത വരാനുണ്ട്. ഞാൻ ഈ തിരക്കിലായതുകൊണ്ട് ഒന്നും അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. താൻ ഒരു 2 ദിവസം സമയം എന്താ എനിക്ക്? 2 ദിവസത്തെ സമയമൊന്നും പറ്റുമെന്നില്ല വക്കീലേ. ശരി, താൻ ഒരു ദിവസമെങ്കിലും തരുമോ? ആ, തൻ്റെ ഭാര്യ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എല്ലാത്തിനും ഒരു ക്ലിയർ പിക്ചർ ഞാൻ എടുത്തു തരാം. പോരെ? അതെ വക്കീലേ, വക്കീലിനെ എനിക്ക് വിശ്വാസമാണ്. ആ വിശ്വാസമാണല്ലോ. എന്നാൽ പിന്നെ താൻ ധൈര്യമായിട്ട് പോകും. ചെല്ലേ. അപ്പോൾ വൈഫ് എവിടെ ഇല്ലേ? കൊണ്ടുണ്ട്, വീട്ടിലുണ്ട്. അവളങ്ങനെ പുറത്തേക്കൊന്നും വരില്ല. ആ, ഏതെങ്കിലും പരിചയപ്പെടാനുള്ള മൂടൊന്നുമില്ല. ശരി സാ വിട്ടോ. ധാരാ വക്കീലെ? അതൊരു ക്ലൈൻറ്റാ. താൻ വിട്ടോ. ആരാ ഇപ്പൊ പോയേ? അതൊരു ക്ലൈൻറ്റാ. ഓഫീസൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ ക്ലൈന്റും കക്ഷിയൊക്കെ ആയല്ലോ. കളിയാക്കല്ലേ സുധേ, ജീവിച്ചു പോക്കോട്ടെ. ഹലോ സാർ. അതെ ഡീറ്റെയിൽസ് കൊടുത്തോ? ഓ താങ്ക് യു സാർ, താങ്ക് യു. അതെ ആവണി എന്നാണ് പേര്. മതി നാളത്തേനും കിട്ടിയാലും മതി. ശരി സാർ, ഓക്കെ, താങ്ക് യു. എന്താ ആവണിയുടെ കാര്യം പറഞ്ഞു? എന്തിനായി പറഞ്ഞിട്ട്? അറിഞ്ഞ ഉടനെ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയാനോ? ഞാൻ അങ്ങനൊക്കെ ചെയ്യോ സുധേ? നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കറിയാലോ. എപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയാനുള്ളൂ. ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. നിന്ന് വെയിൽ കൊള്ളണ്ട, കയറി പോരെ. നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. കൊള്ളാല്ലേ? എന്ത് കഷ്ടമാണ് അഞ്ജു. ഞാൻ സന്തോഷിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എനിക്കൊരു പ്രശ്നമില്ല, നീ സന്തോഷിച്ചോ. ഈ പഴുത്തല വീഴുമ്പേ പച്ചല ചിരിക്കും, അങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട്, നീ ഓർമ്മിച്ചു വെച്ചോ. പച്ചിലൊക്കെ പഴുക്കാൻ സമയമുണ്ട്, എനിക്കത് മതി. നീ പറയണ പോലെ. എനിക്ക് ആയുസ് കൂടുന്ന പ്രകാശേട്ടാ തോന്നുന്നത്. അതെങ്ങനെ? കേട്ടിട്ടില്ലേ പണ്ടുള്ളവർ പറയുന്നത്? ചിരിച്ചാലും സന്തോഷിച്ചാലും ആയുസ് കൂടും. ഒരുപാട് ചിരിച്ചാലേ കരയൊന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഏട്ടത്തി, ഞാൻ നല്ല മൂഡിലല്ല പ്രകാശ, നീ പോയിക്കോ. ഏട്ടത്തി, അഞ്ജു എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന കാരണമാണോ? അതൊന്നും അല്ലടാ. ഏട്ടത്തി, എന്തുണ്ടെങ്കിലും എന്നോട് പറയാട്ടോ. ഹലോ. എടി മാഡം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് വിളിച്ചായിരുന്നോ? ഇല്ല, ചേച്ചി പിന്നെ വിളിച്ചില്ല, എന്തെങ്കിലും തിരക്കിലായിരിക്കും. നീ ഒന്ന് വിളിച്ചു നോക്ക്. അതോ ഞാനോട് പോയി ഒന്ന് അന്വേഷിക്കണോ? വേണ്ട, അതൊന്നും വേണ്ട. എപ്പോഴും അവരെ ശല്യം ചെയ്യുന്നത് ശരിയില്ലല്ലോ. ഞാൻ വിളിച്ചു നോക്കിക്കോളാം. ഓക്കെടി, നീ എന്തെങ്കിലും വിളിച്ചാൽ മതി. ശരി.
ആ ഹലോ ആവണി. ആ ചേച്ചി, ഞാൻ വിളിച്ചതേ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും. ആ ഞാൻ എനിക്ക് പരിചയമുള്ള സാറുമായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി എന്നെ ഇന്നിങ്ങോട്ട് തിരിച്ചും വിളിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും. അതെയോ? ആ എന്തായെന്നൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണേ. എന്താ ആവണി, എന്താ തന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കണേ? ഇല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ. അതൊന്നുമല്ല, തന്റെ സൗണ്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് തനിക്ക് വിഷമം ഉണ്ടെന്നുള്ളത്. താൻ പേടിക്കാതിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ല തന്റെ കൂടെ. ശരി ചേച്ചി. ആ ഓക്കെ ആവണി, ഓക്കെ. ആവണേ, ഒരു ചായ തരോ? ചായ വേണോ? വേണ്ട വേണ്ട. അല്ല, ഞാൻ അമ്മയോട് പറയാൻ ചായ ഇട്ടുതരാൻ. ഇല്ല, കുഴപ്പമില്ല, മുളക് കളിച്ചു. ചായ എങ്ങനെയുണ്ട്? നീ ഉണ്ടാക്കിയാണോ? അല്ല, ചായ അമ്മ ഇട്ട, എന്നോട് ജസ്റ്റ് കൊണ്ടാക്കാനേ പറഞ്ഞുള്ളൂ. എൻ്റെ അമ്മ എവിടെ? അമ്മ താഴെയുണ്ട്. ഇന്ന് അവിടെ പോയില്ലേ? ഇല്ല, പക്ഷെ ഭയങ്കര മൂഡ് ഓഫാ. ആരൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. ആരെ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അച്ഛനോട് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ ചായ ഉണ്ടാക്കി തന്നെ. ഇനി ഇതിനകത്ത് വല്ലതും കലക്കിയിട്ടുണ്ടാവോ? കുടിച്ചു നോക്ക്, അപ്പ അറിയാം. അച്ഛൻ ഞാൻ താട്ട് പോവാണേ. ഹലോ. എടോ മോന, അധികം സംസാരിക്കാനൊന്നും സമയമില്ല. തൻ്റെ ഭാര്യ തന്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ പറഞ്ഞ? ആര് പറഞ്ഞു? എടോ മോന, തൻ്റെ വീട്ടിൽ വരുന്ന ആ സ്ത്രീയില്ലേ, അവർ ചില്ലറക്കാരിയല്ല. താൻ ആവണിയെ ചതിക്കുകയാണെന്ന് ആവണി അറിയുന്നതിലും പ്രശ്നമാണ് ഈ സ്ത്രീ അറിയുന്നത്. അയ്യോ വക്കീൽ, ഇനി എന്ത് ചെയ്യും? ഇനി താനൊന്നും ചെയ്യണ്ട, എല്ലാം അവർ ചെയ്തോളും. എന്റെ വക്കീലെ, നിങ്ങളും കൂടെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. ശരി ശരി, ഞാൻ വെക്കുക. നല്ല തിരക്കില്ല, താനൊന്ന് കരുതിയിരുന്നോ കേട്ടോ. ഹലോ ഹലോ. ചോദിക്ക്. നീ ചോദിക്ക. നിങ്ങളാരും ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. വിളിച്ചാ എന്താണ് എല്ലാരും കൂടെ? ലാപ്ടോപ്പ് ഒന്ന് തരുമോ? ലാപ്ടോപ്പ് എന്തിനാ? കുറച്ചു നേരം സിനിമ കാണാനാ. അച്ഛൻ ടി വിയിൽ ക്രിക്കറ്റ് കാണുന്നുണ്ട്. ആണോ? ഓക്കെ, ഇപ്പൊ എടുത്തു തരാം. ഞാനൊന്ന് ലോഗിൻ ചെയ്യട്ടെ, ഓപ്പൺ ആക്കിയിട്ട് തരാം. ഓക്കെ. അച്ഛാ, എടുത്തോട്ടെ? ആ, ഓക്കെ, വാ. അപ്പോൾ വക്കീൽ പറഞ്ഞ നേരാ. അവിടെ സത്യം അറിയാൻ വേണ്ടി അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. വാ വാ, ഇവിടെ നിങ്ങൾ എന്തി കാണിക്കുന്നത്? വരാൻ. മോനേട്ടോ ദേ കിടക്കണം. നിനക്കെന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ നീ ഞാൻ എൻ്റെ തമ്മിൽ ലാപ്ടോപ്പ് നീ ചെക്ക് ചെയ്യണം. ദേ എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ പേഴ്സ്, ദേ എൻ്റെ മൊബൈൽ, ദേ എൻ്റെ ഫയൽ, നോക്ക്. എല്ലായിടത്തും നീ നോക്ക് നോക്ക്.
നോക്കണേ. നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസം ഞാൻ ചെയ്തിട്ടുണ്ടോ? അല്ല നിനക്കിപ്പോ ഏതെങ്കിലും ഒരുത്തും ഫോൺ വിളിച്ചു പറഞ്ഞ നിനക്ക് വിശ്വാസം അല്ലേ? ചെക്ക് ചെയ്യാവണി, നീ ചെക്ക് ചെയ്യും ലാപ്ടോപ്പ്. അതെ ചെക്ക് ചെയ്യും. സോറി മോനേട്ടാ, അറിയാതെ പറ്റിപ്പോയതാ. നിങ്ങളെ വിഷമിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. സോറി. സാരില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളൊന്നും മനസ്സിൽ വെക്കല്ലേ. എന്റെ മനസ്സിൽ ഒന്നുമില്ല അവന്. നീ എന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എനിക്ക്. ഹലോ, വക്കീലേ, ഇത് എവിടെ? നിങ്ങൾ എപ്പോ നോക്കിയാലും ബിസി 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 ബിസി. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? താനത് സൂക്ഷിക്കണം, കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുമെന്ന്. എൻ്റെ പൊന്ന് വക്കീലേ, ഞാനേ എൻ്റെ 18ാമത്തെ അടവ് ഇറക്കി. ഇനി മേളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറയാണ് ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആവണി വിശ്വസിക്കില്ല. ഹലോ, ശരി വക്കീൽ വെച്ചോ. ബിസി അല്ലേ? എപ്പോൾ വിളിച്ചാലും ബിസി 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 ബിസി. ശരി, അപ്പം നേരിട്ട് കാണാം. ഓക്കെ വക്കീൽ, ശരി. എന്നാ മോനേട്ടാ, എത്ര നാളെ നിന്റെ ഈ വിളി ഞാൻ കേട്ടിട്ട്. മോഹനേട്ടാ, കൊള്ളാം. ഒന്ന് പോയേ മോനേട്ടാ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. ആഹാ, നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നാ? അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓഹോ, ഇപ്പൊ നമ്മളെ മണ്ടന്മാരെ. എടാ അബി, ഇവരുടെ വഴക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി വന്ന നമ്മൾ ആരായി? എടാ ഇവരുടെ വഴക്കൊക്കെ തീർന്നെന്ന്. ഇനി ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞങ്ങ് തീർക്കും, അത്രേ ഉള്ളൂ. അല്ല ഇതിൻ്റെ ഇടയിൽ നിനക്കൊക്കെ എന്താ കാര്യം? അത് ശരിയാ, ഒരു കാര്യമില്ലായിരുന്നു. അത് നിനക്കൊന്നും ഉറക്കൂല. ഇവന്റെ ഒക്കെ കണ്ണിരിക്കണൊക്കെ. പോയി കിടന്ന് ഉറങ്ങടാ. വാ പോവാ. നമ്മൾ തമ്മിൽ വഴക്കായിരുന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു പിള്ളേർക്ക്. നമ്മൾ തമ്മിൽ ആർക്കായിരുന്നു വഴക്ക്? എനിക്കായിരുന്നു. മതി, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. നിങ്ങളതിനെ ചിരിക്കുന്നത്? നീ എന്താടാ ഇവിടെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് അറിയോ? വേണ്ട, നീ അത്യാവശ്യം എന്തിനാ വരാന്ന് പറഞ്ഞ കാര്യം പറ. മോനായിട്ട് ഇന്നലെ ഫോണ് ലാപ്ടോപ്പ് എന്ന് വേണ്ട എല്ലായിടത്തും മുന്നിലേക്ക് ഇട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, സംശയം തീരട്ടേന്ന്. അല്ല മോനാണ് മനസ്സിലായി, നീ ചെക്ക് ചെയ്ത കാര്യം? എടാ ഹിസ്റ്ററി ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് കണ്ട് മനസ്സിലായി കാണും. പിന്നെ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ മോനായിട്ട് കയറി വരികയും ചെയ്തില്ലേ. വെറുതെ ഏതോ ഒരുത്തം വിളിച്ച് പറഞ്ഞതിൻ്റെ പേര് ഞാൻ മോനായിട്ടിനെ സംശയിച്ചു. ഞാൻ നിന്റെ അടുത്ത് അപ്പളേ പറഞ്ഞല്ലേ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. നീയല്ലേ വെറുതെ ചാരിക്കോരോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോയത്. ഇപ്പം നിന്റെ പ്രശ്നമൊക്കെ തീർന്നല്ലോ. പ്രശ്നമൊക്കെ തീർന്നു. പാവം മോനായിട്ട് ഇത്രയും ദിവസം ഞാൻ വെറുതെ കിടന്ന് കുറേ വിഷമിപ്പിച്ചു. നീ ഇപ്പോൾ കോംപ്രമൈസ് ആയി, ഞാൻ പുറത്തുപോയി. നിന്റെ കാര്യം ഞാൻ സംസാരിച്ച് ശരിയാക്കുന്നുണ്ട്. ശരി, നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഞാൻ ഇറങ്ങട്ടെ. നീ കയറുന്നില്ല? ഇല്ല. ഹലോ, സർ അയച്ചിട്ടുണ്ടോ? ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഉറപ്പായി ഞാൻ ട്രിവാൻഡ്രം വരുമ്പോൾ സാറിനെ വിളിക്കാം. ഓക്കെ സർ, ഓക്കെ. ബ്ലഡി ചീറ്റ്. എന്താ സുധേ, ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ മോഹൻ, മനുഷ്യനാണോ അവൻ? കൂടെ ജീവിക്കുന്ന പെണ്ണിനെ വഞ്ചിക്കുന്നവൻ. വഞ്ചിക്ക്?
മനസ്സിലായില്ല. നിങ്ങൾക്കറിയോ ആവണിക്ക് 3 തവണ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നത്? അത് അവൾ നിന്ന് മറച്ചു വെച്ചു. നിങ്ങളുടെ ഫ്രണ്ട്. എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ആവണയെ കൊണ്ട് PSC ടെസ്റ്റിന് പോകും, അത് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ PSC ടെസ്റ്റിന് കൊണ്ടുപോകുന്നു. അതൊക്കെ വരെ പ്രസനമല്ലേ അവന്റെ? വൃത്തികെട്ടവൻ. അവക്ക് വന്ന എല്ലാ അപ്പോയിന്റ്മെന്റ് ലെറ്ററും അങ്ങേര് നശിപ്പിച്ചിട്ടുണ്ടാവും. അവനെ ഞാൻ അടി എണ്ണിക്കും. നിങ്ങൾക്ക് വാദിക്കാൻ ഒരു പുതിയ കേസും ആവും. സുധേ, ഇതെങ്ങാനും ആവണി അറിഞ്ഞു കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താവും അറിയോ? പിന്നെ ആവണി അറിയണ്ടേ? ഈ വൃത്തികെട്ടവന്റെ കൂടെ എന്തിനാ അവള് ജീവിക്കണം? സുധേ, വേണ്ട സുധേ, നമ്മളായിട്ട് എന്തിനാ ഒരു കുടുംബം കലക്കുന്നത്? കുടുംബോ? ഇതാണോ കുടുംബം? ഇങ്ങനെ വഞ്ചിക്കുന്നവന്മാരുടെ കൂടെയാണോ ജീവിക്കേണ്ടത്? ഇതാണോ നിങ്ങളുടെ സുഹൃത്തിന്റെ മഹത്വം? ഈ മോഹൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞു സുധേ. മോഹനെ ഞാൻ അറിയിച്ചോളാം. അതിന് മുന്നേ ഇപ്പം വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയ അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണം. നിങ്ങൾ നോക്കിക്കോ, എല്ലാ തെളിവ് സഹിതവും ഞാൻ ആവണിനെ അറിയിക്കും. മോഹനെ ഞാൻ പൂട്ടും. അവനെ ജയിലിൽ കിടത്തിയിട്ടേ സുധാമണി അടങ്ങും. നോക്കിക്കോ നിങ്ങള്. ഈ പെരിങ്ങൽ ഏരിയയുടെ പോസ്റ്റ്മാൻ ആരാണ്? മദൻ അകത്തുണ്ട്. ഒന്ന് വിളിക്കാം, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. മദനേട്ടാ, ഇതൊരു മാടം വന്നേക്കുന്നു. എൻ്റെ പേര് സുധ. പറയാം. ആവണിനെ അറിയാവോ? ഏതാവണി? മദന്റെ മുഖത്തുനിന്ന് അറിയാം ആവണിയെ മദനെ അറിയാമെന്നുള്ളത്. അതുപോലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്തോ ചെയ്തു എന്നുള്ളതും വ്യക്തമാണ്. ആവണിയുടെ അവസാന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഞാനാ കൊടുത്തത്. ആർക്ക്? ഹസ്ബൻഡിന്. അതെന്റെ ഓർമ്മയില്ല. ആവണിയുടെ തന്നെ കൊടുക്കണം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് താൻ എന്തിനാ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തത്? അല്ല, അന്ന് ഞാൻ അവിടെ ചെന്നപ്പോ ആവണി ഇല്ലായിരുന്നു. ഈ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് ആവണിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും അത് പുള്ളിക്ക് നേരിട്ട് കാണണമെന്നും ഭയങ്കര സന്തോഷമായിരിക്കുന്നൊക്കെ. അതുകൊണ്ട് കൊടുത്താണ്. എന്തേലും മദന എന്താ ആവണി അറിയില്ല എന്ന് പറയുന്നേ? മാഡം, അവരോട് സത്യമെല്ലാം പറയാൻ വേണ്ടി ഞാൻ ചെന്നതായിരുന്നു. പക്ഷേ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവരെന്തെങ്കിലും കടങ്കൈ ചെയ്യുന്ന ഒരു ഭർത്താവ് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല മാഡം. അതുകൊണ്ടാണ് ഞാൻ അവരറിയില്ല എന്ന് പറഞ്ഞത്. മദനൻ, തൻ്റെ പേരെന്താ? എൻ്റെ ഒരു സന്തോഷം. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഒന്ന് വരണം. ആവണി എടുത്ത് സത്യം പറഞ്ഞേ പറ്റൂ. മാഡം, അത് എടോ, താൻ കരുതുന്ന പോലെ ഒരു സില്ലി ഗേളൊന്നും അല്ല ആവണി. അവരൊരു ബോൾഡ് ക്യാരക്ടറാണ്. അവർ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല അവര്. അങ്ങനെയാണ് ഞാൻ വരാം മാഡം. എനിക്കും ഈ കുറ്റബോധം ഒന്നും നടക്കണം.